ആകാശം. ഡിസംബർ 17 ലാഹോറിന്റെ മനത്ത് സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുകളിൽ യഥാർത്ഥ ഇരുട്ട് പരന്നത് കൃത്യം വൈകുന്നേരം 4 മണിക്കാണ്. കോടതിയിലെ ന്യായാധിപന്റെ ചുറ്റികയല്ല അവിടെ ശബ്ദിച്ചത്, മറിച്ച് ഒരു മൗസർ പിസ്റ്റളിന്റെ ഗർജനമാണ് ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ നിശബ്ദതയെ കീറിമുറിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ അജയ്യൻ എന്ന അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കവചം തകർത്തെറിയപ്പെട്ടു. പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായിയുടെ ചോരയ്ക്കുള്ള കണക്ക് പലിശ സഹിതം അന്ന് തിരിച്ചു നൽകിയിരിക്കുന്നു. മർദ്ദക വീരന്മാരുടെ ചോരയാൽ കഴുകി മാറ്റപ്പെട്ടത് പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ്ക്കേറ്റ അപമാനത്തിന്റെ കറയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നെഞ്ചിലെ തീ കാളുന്ന മുറിവായി മാറിയ അതിധീരമായ ഈ പ്രത്യാക്രമണത്തിലൂടെ ഭാരതത്തിന്റെ യുവരക്തം ലോകത്തോട് വിളിച്ചു പറയുന്നു: അടിച്ചമർത്തലിന്റെ വില മരണമാണ്. ഡിസ്ട്രിക്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്റെ മോട്ടോർ സൈക്കിളിൽ പുറത്തേക്ക് വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ജോൺ പി സോണ്ടേഴ്സിനെ കാത്തിരുന്നത് കാലന്റെ ദൂതന്മാരായിരുന്നു. ഗേറ്റ് കടന്നതും വിപ്ലവകാരികൾ ആഞ്ഞടിച്ചു. ലാലാജിയുടെ മരണത്തിന് കാരണക്കാരായ ജെയിംസ് സ്കോട്ടിനെയായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും സോണ്ടേഴ്സിന്റെ വീഴ്ച ഒരു വ്യക്തിക്കെതിരെയുള്ള ആക്രമണമല്ല, മറിച്ച് ഈ വ്യവസ്ഥക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി വിപ്ലവകാരികൾ ഉയർത്തിക്കാട്ടുന്നു. കൃത്യം നിർവഹിച്ച് സിംഗും രാജ്ഗുരുവും റോഡിന് എതിർവശത്തുള്ള DAV കോളേജ് കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറി. ഹെഡ്ക്വാർട്ടേഴ്സിൽ ചന്നൽ സിംഗ് അവരെ പിന്തുടർന്നു. അപ്പോഴാണ് ആ സംഘത്തിന്റെ രക്ഷകനായ നിഴൽ വെളിച്ചത്തിലേക്ക് വന്നത്. കോളേജ് കവാടത്തിന് സമീപം തന്റെ സഖാക്കൾക്ക് കവചമൊരുക്കി നിന്നിരുന്നത് സാക്ഷാൽ ചന്ദ്രശേഖർ ആസാദായിരുന്നു. കൂട്ടുകാരെ രക്ഷിക്കാൻ ആസാദ് ഉതിർത്ത വെടിയുണ്ട ചന്നൽ സിംഗിനെ നിലംപരിശാക്കി. ലാഹോറിലെ ഇടവഴികളിലൂടെ ആ മൂവർ സംഘം മറഞ്ഞപ്പോൾ സ്തംഭിച്ചുപോയ ബ്രിട്ടീഷ് പോലീസ് ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു. JP സോണ്ടേഴ്സ് മരിച്ചു, ലാലാ ലജ്പത് റായ്ക്ക് പകരം ചോദിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ കൊന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, പക്ഷേ ക്രൂരവും നീചവും അനീതി നിറഞ്ഞതുമായ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു അയാൾ. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഈ രീതി അവസാനിപ്പിക്കാൻ വിപ്ലവത്തിന്റെ യാഗഭൂമി രക്തം കൊണ്ട് കഴുകേണ്ടി വരുന്നു. അന്ന് നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ അങ്ങനെ പറഞ്ഞു. സൈമൺ കമ്മീഷനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച ലാലാജിയെ ക്രൂരമായി മർദ്ദിച്ച ആ കറുത്ത ദിനത്തിന്റെ ബാക്കി പത്രമാണിത്. എന്റെ ശരീരത്തിലേറ്റ ഓരോ അടിപ്പാടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കുമെന്ന ലാലാജിയുടെ പ്രവചന തുല്യമായ വാക്കുകൾക്ക് ഈ യുവാക്കൾ തങ്ങളുടെ നേതാക്കളിലൂടെ അർത്ഥം നൽകിയിരിക്കുകയാണ്. തൂക്കുകയർ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കാൻ നോക്കിയ ആ ശ്വാസങ്ങൾ പ്രകമ്പനങ്ങളായി ഇന്നും നമ്മുടെ യുവാക്കളോട് പറയുന്നു: മുട്ടുമടക്കരുത്, എത്ര വലിയ സാമ്രാജ്യത്തിന് മുന്നിലും.